Hi friends, welcome to Garam Masala, the magic spices of cooking. പച്ചമാങ്ങ കറി. ഇന്ന് നമുക്ക് പച്ചമാങ്ങ ഉപയോഗിച്ച് ടേസ്റ്റിയായി ഒരു ഒഴിച്ചു കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: പച്ചമാങ്ങ 2 മീഡിയം സൈസ് നീളത്തിൽ മുറിച്ചെടുത്തത്, തിക്ക് കോക്കനട്ട് മിൽക്ക് 1/2 കപ്പ്, തിൻ കോക്കനട്ട് മിൽക്ക് 1/2 കപ്പ്, ഉപ്പ്, സവാള 1 കപ്പ്, ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. വറവിന് വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില, ചെറിയ ഉള്ളി 3 എണ്ണം ചോപ്പ് ചെയ്തത്, വറ്റൽമുളക്, കടുക് 1 ടീസ്പൂൺ. ആദ്യം നമുക്ക് ഒരു ബൗളിലോട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ ഇവ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യണം. ഇതിനെ കുറഞ്ഞത് 5 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലോട്ട് നീളത്തിൽ മുറിച്ചു വെച്ചിട്ടുള്ള പച്ചമാങ്ങ ചേർക്കാം. അടുത്തതായി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കണം. മാങ്ങയിലോട്ട് വേണ്ട ഉപ്പ് കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ കുറഞ്ഞത് 10 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഒരു പാനിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് തിൻ കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. തിക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചതിന് ശേഷം കറി തിളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വറവ് തയ്യാറാക്കാം. ചൂടായ എണ്ണയിലോട്ട് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇതിലോട്ട് വറ്റൽമുളക്, കറിവേപ്പില, ചെറുതായി മുറിച്ചു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇവ ചേർത്ത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്തെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ വറവും കറിയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പച്ചമാങ്ങ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ റൈസിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.